അപ്പൊ വരാം. ഉമ്മയില്ലാതെ അമ്മക്കാരുള്ള ഉമ്മ വേഗം പറഞ്ഞ ഉമ്മാനെയും കാത്ത് നമ്മൾ പുറത്തുണ്ട്. എൻ്റെ ഉമ്മനെല്ലാവരും സഹായിക്കണം. എനിക്ക് പോയില്ലാതായിട്ടില്ല. ഒന്നുമില്ല കേട്ടാ. ഒന്നുമില്ല. 24 മണിക്കൂർ കൊണ്ട് ഈ 2 പിഞ്ചു മക്കളുടെ ഉമ്മയായ 33 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരിയുടെ സർജറി നടക്കേണ്ടതായിട്ടുണ്ടെന്നാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് 15 ലക്ഷം രൂപയോളം അടിയന്തരമായി നാം സമാഹരിച്ചാൽ മാത്രമേ ഈ കൊച്ചു സഹോദരിയുടെ സർജറി നടക്കുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഈ പിഞ്ചു മക്കളുടെ മുഖം ഓർത്തെങ്കിലും, ഈ പിഞ്ചു മക്കളുടെ മുഖം കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ ഓർത്തെങ്കിലും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ഈ കൊച്ചു സഹോദരി ഒന്ന് സഹായിക്കണേ. മക്കളെന്നെ എപ്പോഴും കരച്ചിലാണ്. എനിക്ക് ഉമ്മാനെ കാണണം എല്ലാവരും സഹായിക്കണം. നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ മട്ടന്നൂർ പാലോട്ടുപള്ളി സ്വദേശിയായ റഫീദ എന്ന കൊച്ചു സഹോദരി നെഞ്ചിൽ ഇൻഫെക്ഷൻ ബാധിച്ച് വാൾവിൻ്റെ ഭാഗത്ത് രക്തം കട്ടപ്പിടിച്ച് ശരീരത്തിൽ മുഴുവൻ നീര് വന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. 24 മണിക്കൂർ കൊണ്ട് വാൾവ് മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ കൊച്ചു സഹോദരിയുടെ സർജറിയും തുടർ ചികിത്സയും മുടങ്ങിക്കൂടാ. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ കൊച്ചു സഹോദരി മരണത്തിലേക്ക് പോയാൽ ഈ പൊന്നു മക്കൾ അനാഥരായി പോകും. വാൾവ് മാറ്റിവെക്കലും ഇൻഫെക്ഷൻ ബാധിച്ച് മറ്റുള്ള തുടർ ചികിത്സയും എല്ലാം ഉൾപ്പെടെ 15 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ ഈ കൊച്ചു സഹോദരിയുടെ ചികിത്സയും സർജറിയും ഒക്കെ നടക്കുകയുള്ളൂ. ഡ്രൈവർ ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹോദരൻ്റെ ഭാര്യയാണ് ഈ സഹോദരി. എൻ്റെ മക്കൾ എപ്പോഴും എൻ്റെ ചോദിച്ചിട്ടിങ്ങനെ എല്ലാവരും ഞാനായിട്ട് സഹായിക്കുക. എൻ്റെ മക്കൾക്ക് ആരുമില്ല. ഈ പാവപ്പെട്ട കുടുംബത്തിനും നാടിനും ഇത്രയും വലിയ തുക കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. വളരെ എമർജൻസി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് കമ്മിറ്റിക്കാരുടെയും നാട്ടുകാരുടെയും വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. മക്കൾക്ക് വേണ്ടേ ശരിയാവും. റഫീദയുടെ പിതാവിൻ്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും കൂടി ഈ വീഡിയോയോടെ ചേർക്കുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമാഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. UPI ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ നേരിട്ട് അക്കൗണ്ടിലേക്ക് ഇവർക്ക് ആവശ്യമായ സഹായം നൽകാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.